ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ കാലത്ത് പ്രായഭേദമന്യേ എല്ലാവരും അലട്ടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് അകാലനര, അതായത് പ്രീമച്യൂർ ഗ്രേ. മാത്രമല്ല ഹെൽമെറ്റൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടുണ്ടാവുന്ന മുടി കൊഴിച്ചിലും താരനും ഒക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒറ്റ തവണ നിങ്ങൾ ചെയ്താൽ മതിയാകും. ആയുസ്സിനും പിന്നീട് ആ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവുകയില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രത്തോളം ടിഷ്യൂ പേപ്പർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് മാത്രമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഒരു 3 ടിഷ്യൂ പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഹാൻഡ് വാഷാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡെറ്റോളിൻ്റെ ഹാൻഡ് വാഷാണ്. അത് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തേച്ച്, അതായത് ആ ഒരു ടിഷ്യൂ പേപ്പർ മുഴുവനായിട്ടും ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ടാണ് നമ്മളിവിടെ 3 ലെയറായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത ഹാൻഡ് വാഷ് മുഴുവനായിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പർ വെയിലത്ത് വെച്ച് ഏകദേശം 1 മണിക്കൂർ നമ്മൾ വെച്ചാൽ മതിയാകും. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് വെയിലില്ലാത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ ഒരു അയൺ പാൻ വെച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെറും 5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നന്നായിട്ട് ആ ഒരു ടിഷ്യൂ പേപ്പർ ഉണങ്ങി കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ അയൺ പാൻ നന്നായിട്ടൊന്ന് പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതിന് ശേഷമാണ് ന്യൂസ് പേപ്പറിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കിയ ആ ഒരു ടിഷ്യൂ പേപ്പർ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുന്നത്. വെയിലത്താണെങ്കിൽ നല്ല വെയിലുള്ള സമയമൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇവിടെ ഇതുപോലൊന്ന് സെറ്റായിട്ടുണ്ട്. ചെറിയ രീതിയിലൊന്ന് ഉണങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അയൺ ദോശപ്പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രീഹീറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് എൻ്റെ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഇപ്പോൾ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്മോൾ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ. അപ്പോൾ ഞാൻ റെഡിയാക്കിയ ടിഷ്യൂ പേപ്പർ ഇതുപോലെ സ്മോൾ പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് എന്തിനാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ള ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ഉണക്കിയെടുത്ത ഒരു ടിഷ്യൂ പേപ്പർ ഒരെണ്ണം എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കൈ കഴുകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ ഹാൻഡ് വാഷ് ആക്കി ഉണക്കി സ്മോൾ പീസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ ഹാൻഡ് ബാഗിലൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മൾ പുറത്ത് പോകുമ്പോൾ പബ്ലിക് ടോയ്ലറ്റും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊന്ന് ഹൈജീനിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ തന്നെ നമ്മൾ ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ വെക്കുന്നത് അത്രത്തോളം നല്ലതാണ്. ഹാൻഡ് സാനിറ്റൈസറും ചെറിയ ഹാൻഡ് വാഷൊക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെയും നമുക്ക് കരുതി വെക്കാവുന്നതാണ്. ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ ഒരുപാട് സ്ഥലം നമ്മുടെ ഹാൻഡ് ബാഗിന് ആവശ്യവും ഇല്ല. അപ്പോൾ ഉറപ്പായിട്ടും ഒരു തവണ ഇതുപോലൊന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് കോഫി പൗഡർ ഞാൻ ചിരാതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് മഞ്ഞൾപ്പൊടിയും ചിരാതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ കോഫി പൗഡറും നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ലെണ്ണയാണ്. നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഇല്ല എങ്കിൽ വെളിച്ചെണ്ണ കൂടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ നമ്മുടെ കോഫി പൗഡറും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ കാരണം ഒരുപാട് കൊതുകിൻ്റെ പൊടിച്ചകളുടെ ശല്യം നമ്മുടെ ഒക്കെ വീടുകളിൽ രൂക്ഷമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കടയിൽ നിന്നും കണ്ട കെമിക്കൽസൊക്കെ വാങ്ങുന്നതിന് പകരമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ സന്ധ്യാസമയത്ത് ഇതുപോലൊരു വിളക്ക് നിങ്ങൾ കത്തിച്ചാൽ മതിയാകും. അപ്പോൾ ഇതാ കോഫി പൗഡറിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും മുകളിൽ ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ സമയത്തേക്ക് അങ്ങനെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു കോഫി പൗഡറിൻ്റെയും മഞ്ഞളിൻ്റെയും എസൻസ് നല്ലെണ്ണയിൽ ഇറങ്ങി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലൊരു കോട്ടൺ തുണി വെച്ച് കൊടുത്തിട്ട് സന്ധ്യാസമയത്ത് ഇതുപോലൊരു വിളക്ക് നിങ്ങളുടെ വീട്ടിൽ കത്തിച്ച് വെക്കുകയാണെങ്കിൽ എത്രത്തോളം നെഗറ്റിവിറ്റി നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും അതൊക്കെ കാണാണ്ടായി നല്ലൊരു പോസിറ്റീവ് വൈബ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും. മാത്രമല്ല സ്വിച്ച് ഇട്ട പോലെ കൊതുകിൻ്റെയും പൊടിച്ചകളുടെ ശല്യം നമ്മുടെ വീട്ടിൽ ഇല്ലാണ്ടാവുകയും ചെയ്യും. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ധൈര്യമായിട്ട് ഇതുപോലൊരു വിളക്ക് നിങ്ങൾക്ക് കത്തിച്ച് വെക്കാവുന്നതാണ്. കടയിൽ നിന്നും കണ്ട കെമിക്കൽസൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഒരു തവണ നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് കടായിലേക്ക് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം നമുക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് തന്നെ കടായി ഒത്തിരി അങ്ങ് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഈ ഒരു മഞ്ഞൾപ്പൊടി നിങ്ങൾ ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ കളർ ചേഞ്ച് ആക്കി ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ജസ്റ്റ് നമ്മുടെ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് നമുക്ക് ചൂടായി കിട്ടണം.
കിട്ടണം. അപ്പോൾ അതാ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ വെക്കത്തക്ക രീതിക്കുള്ള ചൂടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ എന്തെങ്കിലും ഒരു കോട്ടൺ തുണിയാണ്. അപ്പോൾ ഇതാ ഈ ഒരു കോട്ടൺ തുണിയിലേക്ക് ഞാൻ ചൂടാക്കി എടുത്ത മഞ്ഞൾപ്പൊടി ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഈ ഒരു തുണി ഒരു കിഴി പോലെ പിടിച്ചതിന് ശേഷം നമുക്ക് എവിടേക്കാണ് ജോയിൻറ്റ് പെയിൻ ഉള്ളത്, പ്രത്യേകിച്ച് മുട്ടുവേദന, പെട്ടെന്നൊക്കെ വീക്കം വരിക, അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു കിഴിയാക്കിയിട്ട് നമുക്ക് ആ ഒരു വീങ്ങിയ ഭാഗത്ത്, അല്ലെങ്കിൽ നമുക്ക് മുട്ടുവേദന, സന്ധി വേദന, നമ്മുടെ കൈയിൻ്റെ ആ ഒരു ജോയിൻറ്റ് ഭാഗത്തൊക്കെ ഉള്ള വല്ലാത്ത വേദന, ഒരുപാട് നേരം ഫോണ് ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം ഈ കൈയിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ഒരു പെയിനൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ നിങ്ങൾ മഞ്ഞളിൻ്റെ ഒരു കിഴി തയ്യാറാക്കിയിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതിയാകും. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നല്ല റിലീഫ് നമുക്ക് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല കഴുത്തിൻ്റെ പുറകിലുണ്ടാകുന്ന വേദനയ്ക്കും ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീരയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബലൂൺ ചീര എന്നറിയപ്പെടുന്ന അഥവാ ജ്യോതിഷ്മതി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഔഷധദത്തമായ ചീരയാണ്. അപ്പോൾ അതാ ഈ ഒരു ബലൂൺ ചീര അല്ലെങ്കിൽ ജ്യോതിഷ്മതി ചീര നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഇത് അറിയായിരിക്കും. നന്നായിട്ടൊന്ന് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം പാനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതോടൊപ്പം തന്നെ നമുക്ക് ഉഴുന്നും ഇട്ട് കൊടുക്കാം. ഉഴുന്നും കടലപ്പരിപ്പും നല്ല രീതിയിൽ തന്നെ ഒന്ന് കളർ ചേഞ്ചായി വരണം. അതിനുശേഷം നമുക്ക് എരിവിനാവശ്യമായ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ കൈപ്പിടി അളവിലേക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതായത് നമ്മുടെ ആ ഒരു ഉഴുന്നിൻ്റെ കളർ ചേഞ്ച് ആവുന്ന വരയ്ക്കും നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉഴുന്നിൻ്റെ കളറിന് ചേഞ്ച് ആയതിനു ശേഷം ഞാനിവിടെ ചെറിയൊരു അളവിൽ പുളിയും അതുപോലെ തന്നെ ഒരു 7-8 ചുമന്നുള്ളിയും കുറച്ച് തേങ്ങയും 2 അല്ലി വെളുത്തുള്ളിയുമാണ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ചുമന്നുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് അത്യാവശ്യം വഴണ്ടതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ബലൂൺ ചീര അല്ലെങ്കിൽ ജ്യോതിഷ്മതി ചീര അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു ചീരയ്ക്ക് ഒരുപാട് പേരിൽ തന്നെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ജ്യോതിഷ്മതി, ബലൂൺ ചീര, ബലൂൺ വെയിൻ, അതുപോലെ തന്നെ മുടക്കത്താൻ ചീര എന്നൊക്കെ ഒരുപാട് സ്ഥലത്ത് വേറെ വേറെ പേരിലാണ് ഈ ഒരു ചീര അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു ചീര എങ്ങനെയാണ്, ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ ചുമന്നുള്ളി അത്യാവശ്യം ഒന്ന് വഴണ്ടതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബലൂൺ വെയിൻ ചീര ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതിയാകും. ആവശ്യത്തിനുള്ള ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ പാന് നിറച്ചുമിട്ട ചീര ഇതാ വഴണ്ട് അത്യാവശ്യം കുറഞ്ഞ രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റിയും ഔഷധ ഗുണങ്ങൾ നിറഞ്ഞിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ജ്യോതിഷ്മതി ചീരയുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ചട്നിയാണ്. നമ്മൾ ഇതുകൊണ്ട് തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ആ ഒരു ചീരയുടെ ടേസ്റ്റും കയ്പും കുഞ്ഞുങ്ങളൊന്നും കഴിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവരും ഒരു ചീര ഇതുപോലൊക്കെ ആഴ്ച 2-3 തവണ നമ്മൾ എടുത്തു വരികയാണെങ്കിൽ സന്ധിവാതം മൂലമുള്ള സന്ധികളിലെ നീരുവേദന എന്നിവ കുറയ്ക്കാൻ ഇത് വളരെ നല്ലതാണ്. ഉഴിഞ്ഞ ഇല അരച്ചു പുരട്ടുന്നതും ചർമ്മത്തിലെ കുരുക്കൾ, ചൊറിച്ചൽ, വ്രണങ്ങൾ എന്നിവ മാറാൻ സഹായിക്കും. സ്ത്രീകളിൽ ആർത്തവ സമയത്തുണ്ടാകുന്ന ശക്തമായ വയറുവേദനയും മലബന്ധത്തിനും ഇത് ശമനം നൽകുന്നു. അങ്ങനെ എണ്ണിലടങ്ങാത്ത ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചീര തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോഫി പൗഡറാണ്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് കോഫി പൗഡർ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇളം ചൂടോടുകൂടിയുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് ഒരു ചെറിയൊരു കൈപ്പിടി അളവിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ സവോളയോ അല്ലെങ്കിൽ കൊച്ചുള്ളിയോ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏറ്റവും നല്ലത് കൊച്ചുള്ളിയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ കൊച്ചുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ സവോളയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതൊരു 1/2 കഷ്ണം സവോള നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ സവോളയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളം അതുപോലെ തന്നെ ഏകദേശം ഒരു 1 തൊട്ട് ഒരു 2 മണിക്കൂർ സമയത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നല്ല രീതിയിൽ തന്നെ ആ ഒരു കോഫി പൗഡറും അതുപോലെ തന്നെ കറിവേപ്പിലയുടെയും നമ്മുടെ സവോളയുടെയൊക്കെ എസെൻസ് ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നതും ചെറിയ ചൂടോട് കൂടിയുള്ള വെള്ളം എടുത്തിരിക്കുന്നതും. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ നന്നായിട്ട് തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങനെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച കൂട്ട് ഇതുപോലൊന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ആഴ്ചയിൽ 1-2 തവണ കുളിക്കുന്നതിന് മുമ്പായിട്ട് നല്ലൊരു ഹെയർ പാക്ക് ആയിട്ട് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് വരികയാണെങ്കിൽ ആ കാലനര എന്നുള്ളൊരു പ്രശ്നം വേരോടെ തന്നെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല ഇതിൽ കോഫി പൗഡറും ഓണിയനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ താരൻ്റെ ശല്യം നമുക്ക് ഉണ്ടാവുകയില്ല. ആഴ്ചയിൽ 2-3 തവണ ഒരുപാട് വെള്ളമുടിയൊക്കെ ഉള്ള ചെറുപ്രായക്കാരാണെങ്കിൽ ഇതുപോലൊരു ഹെയർ പാക്ക് ഒന്ന് തലയിൽ ഇട്ട് നോക്കൂ. നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല നമ്മളിത് ഒരുപാട് അടിച്ചെടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാനും നമുക്ക് സാധിക്കും ഒരാഴ്ചത്തേക്ക്. അപ്പോൾ ദാ ഇനി നമ്മൾ റെഡിയാക്കിയ ഒരു പേസ്റ്റ് ആവശ്യത്തിന് ഒരു ബൗളിലേക്കൊന്ന് മാറ്റാം. നിങ്ങളുടെ മുടിയുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ അളവിലേക്കാണ് നമ്മൾ അരച്ച ഈ ഒരു പേസ്റ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ റെഡിയാക്കിയ പേസ്റ്റ് ഞാൻ ആ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. നിങ്ങളുടെ മുടി എത്രത്തോളമാണോ ഉള്ളത് അല്ലെങ്കിൽ എത്രത്തോളം വെള്ള മുടിയാണോ നിങ്ങൾക്കുള്ളത് അതിനനുസരിച്ച് നമ്മൾ റെഡിയാക്കി ഒരു പേസ്റ്റ് എടുക്കാം. അതിലോട്ട് ഏകദേശം 1 ടീസ്പൂൺ അളവിലേക്ക് ബ്ലാക്ക് ഹെണ്ണയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആയുർവേദിക് ഷോപ്പിൽ നമുക്ക് കെമിക്കൽ ഇല്ലാത്ത അമോണിയ ഫ്രീ ആയിട്ടുള്ള ഇതുപോലുള്ള ബ്ലാക്ക് ഹെണ്ണ ചോദിക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതാ നമ്മൾ റെഡിയാക്കിയ ഒരു മിക്സിലേക്ക് നമ്മുടെ ബ്ലാക്ക് ഹെണ്ണ നന്നായിട്ട് തന്നെ നമുക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് ഹെണ്ണ ചേർക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഹെന്ന പൗഡറും ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു റിസൾട്ട് കിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 2-3 തവണ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതാ നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ തന്നെ ഇത് നമ്മുടെ വെള്ളമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏത് തരം ഹെയർ ഡേ ആണെങ്കിലും എങ്ങനെ തയ്യാറാക്കിയാലും അലർജി പ്രശ്നമുള്ളവർക്ക് അത് അലർജിക്ക് കാരണമാകും. അങ്ങനെയുള്ളവരാണെങ്കിൽ ചെറിയ തോതിൽ തലയിലൊന്ന് അപ്ലൈ ചെയ്തൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം തലമുടിയിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. മാത്രമല്ല ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് ഹെയർ ഡേ ചെയ്ത് കഴിഞ്ഞാൽ മുടി ഡ്രൈ ആവുന്നു, മുടി പൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതൊക്കെ. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഹെയർ ഡേ ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രശ്നമൊന്നും നമുക്ക് ഉണ്ടാവുകയില്ല. മാത്രമല്ല പിന്നീട് നിങ്ങളുടെ ആ ഒരു വെള്ളമുടി ഗ്രാജുവലായിട്ട് റൂട്ടിൽ നിന്ന് തന്നെ കറുപ്പാവുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും സാധിക്കും. മാത്രമല്ല ഈ ഒരു രീതിയിൽ നിങ്ങൾ ഹെയർ ഡേ ചെയ്യുമ്പോൾ ഒരുപാട് ദിവസത്തേക്ക് ആ ഒരു കളർ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.